പാലക്കാട്ടെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ വിജയത്തിന് പിന്നിൽ നിരവധി ഘടകങ്ങളുണ്ട്. അതിൽ സുപ്രധാനമായ ഒരു ഘടകം അല്ലെങ്കിൽ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നടത്തിയ ഏറ്റവും തന്ത്രപരമായ നീക്കം എന്നത് തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷങ്ങളിൽ ഏറ്റവും അവസാന ലാപ്പിൽ ബി.ജെ.പിയിൽ നിന്ന് ബി.ജെ.പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരക മുഖമായ ബി.ജെ.പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായ സംസ്ഥാന നേതൃത്വത്തിന്റെ മുഖമായ അന്തിച്ചർച്ചകളിൽ ബി.ജെ.പിക്ക് വേണ്ടി ഘോരം സംസാരിച്ചു കൊണ്ടിരുന്ന ബി.ജെ.പിയുടെ ഏറ്റവും കരുത്തനായ നേതാവ് സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. സന്ദീപ് വാര്യരെ ബി.ജെ.പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് കൊണ്ടുവരുന്നതിന് തൊട്ടുമുമ്പ് 90% അദ്ദേഹം CPM-ലേക്ക് പോകുമെന്ന വാർത്തകളായിരുന്നു സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ AK ബാലൻ ക്രിസ്റ്റൽ ക്ലിയർ നേതാവെന്ന സന്ദീപ് വാര്യരെ വിശേഷിപ്പിച്ചത്. പിന്നീട് അദ്ദേഹം അത് മാറ്റി പറയുകയും ചെയ്തു. MP രാജേഷും ഇത്തരത്തിൽ സന്ദീപ് വാര്യരെ പുകഴ്ത്തിക്കൊണ്ട് പറയുകയും ചെയ്തു. അതായത് ബി.ജെ.പിയിൽ നിന്ന് കോൺഗ്രസ് സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് എത്തിക്കുന്നതിന് തൊട്ടുമുമ്പ് ഇടതുപക്ഷത്തിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊടുത്തു എന്ന് സാരം. അങ്ങനെ ബി.ജെ.പിയിൽ നിന്ന് പാലക്കാട്ടെ പൊരിഞ്ഞ പോരാട്ടത്തിന്റെ അവസാന ലാപ്പിൽ സന്ദീപ് വാര്യരെ ബി.ജെ.പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് കൊണ്ടുവന്ന തന്ത്രപരമായ നീക്കത്തിന് ചുക്കാൻ പിടിച്ചത് പ്രതിപക്ഷ നേതാവ് VD സതീശനും ഷാഫി പറമ്പിലും ഒക്കെ ആയിരുന്നു. അങ്ങനെ കൽപ്പാത്തി രഥോത്സവത്തിന്റെ ആഘോഷത്തിമിർപ്പിൽ ബി.ജെ.പി നേതാക്കന്മാർ ഉല്ലസിച്ച് നിൽക്കുന്ന ഒരൊറ്റ ദിവസം കൊണ്ട് സന്ദീപ് വാര്യരെ ബി.ജെ.പിയിൽ നിന്ന് ഇരുട്ടി വെളുത്തപ്പോൾ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നു കോൺഗ്രസ് നേതാക്കന്മാർ. അത് ഏറ്റവും അവസാന ലാപ്പിൽ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാന മുഹൂർത്തത്തിൽ ബി.ജെ.പിക്ക് വലിയ തിരിച്ചടിയായി. എന്നാൽ സന്ദീപ് വാര്യർ പോയാൽ ഒന്നിനു പകരം 100 സന്ദീപ് വാര്യന്മാർ വരുമെന്നും സന്ദീപ് വാര്യർ പോയത് ബി.ജെ.പിക്ക് ഒരു തിരിച്ചടിയേ അല്ല എന്നും അത്തരത്തിൽ സന്ദീപ് വാര്യർ പോയത് കൊണ്ട് ബി.ജെ.പിക്കുള്ളിൽ മറ്റൊരു ഐക്യമുണ്ടായി എന്നൊക്കെയായിരുന്നു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് 18,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി രാഹുൽ മാങ്കൂട്ടം വിജയിക്കുന്നതിന് മുമ്പ് ബി.ജെ.പി പറഞ്ഞിരുന്നത്. ഇപ്പോൾ വിജയത്തിന് ശേഷം സന്ദീപ് വാര്യരും രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും VK ശ്രീകണ്ഠനും അങ്ങനെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം പോരാട്ട തിമിർപ്പിൽ 18,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചതിന്റെ ആഘോഷത്തിൽ നഗരസഭയിലും പിരിയാരി പഞ്ചായത്തിലും മാത്തൂരിലും കണ്ണാടിയിലും അങ്ങനെ എണ്ണിയ പഞ്ചായത്തുകളിലും നഗരസഭയിലും എല്ലാം മുന്നിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാടിന്റെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ കോൺഗ്രസിനും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിക്കൊടുത്ത രാഹുൽ മാങ്കൂട്ടത്തിന് വിജയാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആഘോഷിക്കുന്ന വേളയിൽ കേക്ക് മുറിച്ചുകൊണ്ടായിരുന്നു ആ ആഘോഷം. ഇപ്പോൾ ആ ആഘോഷത്തെ ചൊല്ലി ഒരു വലിയ ആരോപണം എത്തിയിരിക്കുകയാണ്. ബി.ജെ.പി വിട്ട് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയത് ഷാഫി പറമ്പിലിന്റെ താടി തുടയ്ക്കാനാണോ എന്നുള്ളതായിരുന്നു പരിഹാസ്യപരമായ ആ വാദം. ആ വീഡിയോയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. എന്തായാലും സന്ദീപ് വാര്യർ ആ വിഷയത്തിൽ കൃത്യമായ മറുപടി തന്റെ സമൂഹ മാധ്യമത്തിലൂടെ തന്നെ നൽകിയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് വളരെ വ്യക്തമായ ചില കാര്യങ്ങളാണ്. ബി.ജെ.പി ബന്ധപ്പെട്ട് കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് വാര്യരുടെ ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അങ്ങനെ തരംഗമായി കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ സന്ദീപ് കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിലിന്റെ മുഖം തുടച്ചു കൊടുക്കുന്ന വീഡിയോ ആണ് വലിയ രീതിയിലുള്ള ട്രോളുകൾക്ക് കാരണമായത്. ബി.ജെ.പി വിട്ട് സന്ദീപ് വാര്യർ പോയത് ഷാഫിക്ക് തുടച്ചു കൊടുക്കാനാണോ എന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകൾ നിറഞ്ഞിരുന്നത്. ഇപ്പോൾ ഈ ട്രോളുകൾക്ക് മറുപടിയുമായി സന്ദീപ് വാര്യർ രംഗത്തെത്തിയിരിക്കുകയാണ്. വീഡിയോ പ്രചരിക്കുന്നത് പോലെ താൻ ഷാഫിയുടെ മുഖത്തെ വിയർപ്പ് തുടച്ചു കൊടുത്തതല്ല എന്നാണ് സന്ദീപ് വ്യക്തമാക്കുന്നത്. ഷാഫിയുടെ താടിയിൽ പറ്റിയിരുന്ന കേക്കിന്റെ കഷ്ണങ്ങൾ തുടച്ചുകൊണ്ട് തട്ടിക്കളഞ്ഞതാണ് എന്നാണ് സന്ദീപിന്റെ വിശദീകരണം. സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. ഇന്നലെ വിജയാഹ്ലാദ പ്രകടനത്തിനിടയ്ക്ക് പ്രിയപ്പെട്ട VK ശ്രീകണ്ഠൻ MP ഒരു പണി പറ്റിച്ചു. കേക്ക് മുറിച്ച് ഷാഫി പറമ്പിലിന്റെയും എന്റെയും മുഖത്തുകൂടി തേച്ചു. ഷാഫി തിരികെ ശ്രീകണ്ഠന്റെ മുഖത്തും കേക്ക് തേച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ കേക്ക് ഒട്ടിപ്പിടിക്കുവാൻ തുടങ്ങി. എന്റെ മുഖത്ത് കേക്ക് അപ്പോൾ തന്നെ ഞാൻ തുടച്ചു കളഞ്ഞു. എനിക്ക് താടിയില്ലല്ലോ. ഷാഫിയുടെ താടിയിലാകെ ശ്രീകണ്ഠൻ തേച്ച കേക്ക് പറ്റിയിരുന്നു. എത്ര തുടച്ചു കളഞ്ഞിട്ടും ഷാഫിയുടെ മുഖത്ത് നിന്ന് അത് പോയില്ല. ഷാഫി എന്നോട് ചോദിച്ചു, ഇനി മുഖത്ത് കേക്കിന്റെ ഭാഗം എവിടെയെങ്കിലും ബാക്കിയുണ്ടോ എന്ന്. അപ്പോൾ ഷാഫിയുടെ മുഖത്ത് താടിയിൽ പറ്റിയിരുന്ന കേക്കിന്റെ ചില ഭാഗങ്ങൾ ഞാൻ തുണി ഉപയോഗിച്ച് തട്ടിക്കളഞ്ഞതാണ് ഇന്നത്തെ എൻ്റെ പഴയകാല സഹപ്രവർത്തകരുടെ ഭയങ്കരമാർന്ന കണ്ടെത്തൽ. കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ചേർന്നത് മുതൽ ശ്രീകണ്ഠേട്ടനും ഷാഫിയും വിഷ്ണുവും രാഹുലും അബിനും ജ്യോതികുമാറും മാത്യുവും PK ഫിറോസും നജീബ് കാന്തപുരവും ഷംസുക്കയും അടക്കം എല്ലാ നേതാക്കളും എന്നോട് കാണിക്കുന്ന അടുപ്പവും സ്നേഹവും കരുതലും വർണ്ണിക്കാൻ ആവുന്നതിലും അപ്പുറമാണ്.
അത് നിങ്ങൾക്ക് മനസ്സിലാകില്ല എന്ന് മാത്രമേ എനിക്ക് എൻ്റെ പഴയകാല സഹപ്രവർത്തകരോട് പറയാനുള്ളൂ. ഇടയ്ക്കൊക്കെ വിദ്വേഷവും വൈരാഗ്യവും മാറ്റിവെച്ച് മനുഷ്യനെ പോലെ ഒന്ന് പുറത്തിറങ്ങി നോക്കിയാൽ മതി. ഇത്തരം ചില സുന്ദര അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകും. ശുഭരാത്രി. ഇങ്ങനെയാണ് സന്ദീപ് വാര്യർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. BJP വിട്ട് കോൺഗ്രസിലേക്ക് വന്ന തനിക്ക് എല്ലാ തരത്തിലുമുള്ള സ്നേഹവും പിന്തുണയും കരുതലുമാണ് നേതാക്കന്മാർ നൽകുന്നത് എന്ന് വ്യക്തമായി പറയുന്നു സന്ദീപ് വാര്യർ. താൻ ഷാഫി പറമ്പിലെ താടി തുടച്ചു കൊടുത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ കേക്ക് പറ്റി പിടിച്ചിരുന്നപ്പോൾ തൻ്റെ സഹപ്രവർത്തകനെ സഹായിക്കുകയാണ് താൻ ചെയ്തതെന്ന് വ്യക്തമായി പറയുന്നു സന്ദീപ് വാര്യർ.